ഗുഡ് മോർണിംഗ് മക്കളെ. നമ്മൾ ക്ലോസർ പ്രോപ്പർട്ടി കണ്ടിന്യൂ ചെയ്യുകയാണ്. അതിൽ ഇൻഡിജേഴ്സ് അല്ലേ ചെയ്യുന്നത്. ഇനി നമുക്ക് സബ്ട്രാക്ഷൻ ഒന്ന് നോക്കാം. അതിന് മുമ്പ് നമുക്ക് ഹോൾ നമ്പേഴ്സ് സബ്ട്രാക്ഷനിൽ വരുന്നുണ്ടോന്ന്. എന്താ ക്ലോസർ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ അഡീഷണലി പറഞ്ഞ പോലെ തന്നെ രണ്ട് ഹോൾ നമ്പേഴ്സ് അല്ലെ രണ്ട് ഇൻഡിജേഴ്സ് ആഡ് ചെയ്താൽ ആൻസർ എന്നാ തന്നെ വരണം. ഇൻഡിജർ ഒന്നിൽ ഇൻഡിജർ വരണം, അല്ലെങ്കിൽ ഹോൾ നമ്പർ വരണമെന്ന്. ഹോൾ നമ്പറിന്റെ കേസ് ഹോൾ നമ്പർ, ഇൻഡിജറിന്റെ കേസ് ഇൻഡിജർ. ഇനി നമുക്ക് സബ്ട്രാക്ഷനിൽ നോക്കാം. രണ്ട് ഹോൾ നമ്പേഴ്സ് എടുക്കുക. 5 -2. ഇത് രണ്ട് ഹോൾ നമ്പേഴ്സ് അല്ലേ. ആൻസർ എത്രയാണ്? 3. ഇത് ഹോൾ നമ്പർ തന്നെയല്ലേ അല്ലേ? അപ്പം അത് നമുക്ക് വേണ്ട, ഞാനത് ഹോൾ നമ്പർ ആണെന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പം രണ്ട് ഹോൾ നമ്പേഴ്സ് തമ്മിലും സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് ആൻസർ ഹോൾ നമ്പർ ആണ്. സോ ഇറ്റ് ഈസ് ക്ലോസ്ഡ് അണ്ടർ സബ്ട്രാക്ഷൻ ആണ്. നമ്മൾ ഇൻഡിജറിന്റെ കേസ് മാത്രം നോക്കിയാൽ മതി. ഇത് നോക്കിയാൽ രണ്ട് ഇൻഡിജേഴ്സ് ആണ്. ഇത് +7, ഇത് -9. ഒരു പ്ലസും മൈനസും വന്നാൽ നിങ്ങൾ എന്നാ ചെയ്യും മക്കളെ? സബ്ട്രാക്ട് ചെയ്യും. 9 ൽ 7 സബ്ട്രാക്ട് ചെയ്ത് എത്രയാ വരുന്നത്? 2. എന്നിട്ട് ആളുടെ സൈൻ കൊടുക്കും, വലിയ ആളുടെ സൈൻ. വലിയ ആരാ? 9. 9ന്റെ കൂടെ കിടക്കുന്ന സൈൻ ഏതാ? -2. -2 ഈസ് ഓൾസോ ആൻ ഇൻഡിജർ. ഇനി ഇവിടെ നോക്കാം. ഇവിടെ ഇച്ചിരി വ്യത്യാസമുണ്ട്. 17 പ്ലസ് ആണ്, 17 പ്ലസ് ആണ്, -21. ഇങ്ങനെ വരുമ്പോൾ നോക്കിയേ, രണ്ട് സൈനുകൾ അടുപ്പിച്ചു വരുന്നു. വന്നോ? രണ്ട് നെഗറ്റീവ്, അതായത് രണ്ട് സൈനുകൾ ഇങ്ങനെ അടുപ്പിച്ചു വന്നാൽ അതിന്റെ അർത്ഥം അവർ മൾട്ടിപ്ലൈ ചെയ്യണമെന്നാണ്. മനസ്സിലായി? അതൊന്ന് ഓർത്തിരിക്കണേ. രണ്ട് നെഗറ്റീവ് സൈനുകൾ അടുപ്പിച്ചു വന്നാൽ അത് മൾട്ടിപ്ലൈ ചെയ്യണമെന്നാണ്. കാരണം നിങ്ങൾ ഇതിപ്പോ പഠിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സൈനുകളുടെ മൾട്ടിപ്ലിക്കേഷൻ പഠിക്കുന്നുണ്ട് കേട്ടോ, ഇൻഡിജേഴ്സിന്റെ. അപ്പൊ നിങ്ങൾ അത് കൂടുതലായിട്ട് പഠിക്കും. ഇപ്പൊ ഒന്ന് ഇത്ര ഓർത്തിരുന്നാൽ മതി. രണ്ട് മൈനസുകൾ അടുത്ത് വന്നു. രണ്ട് മൈനസുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ, ഇവിടെ എല്ലാം മൾട്ടിപ്ലിക്കേഷൻ ആണ് നടക്കേണ്ടത്. പക്ഷെ സൈനുകൾ എന്താണെന്ന് പറയാം, രണ്ട് നെഗറ്റീവ് വന്നാൽ അത് പോസിറ്റീവായിട്ട് മാറും. രണ്ട് പോസിറ്റീവ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ പോസിറ്റീവ് തന്നെയാണ്. പക്ഷേ ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവ് നമ്പറും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ സൈൻ എന്നായിട്ട് മാറും? നെഗറ്റീവ് ആയിരിക്കും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എല്ലാം മൾട്ടിപ്ലിക്കേഷൻ. നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവരെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുക. അത് നിങ്ങൾ പഠിക്കുന്നുണ്ട്, അതിനെപ്പോഴും നിങ്ങൾ നോക്കണ്ട. ഇത് മാത്രം ഒന്ന് ശ്രദ്ധിച്ച്. രണ്ട് നെഗറ്റീവ് സൈൻ അടുപ്പിച്ചു വരിക. ഇതുപോലെ അടുപ്പിച്ചു വന്നിട്ടുണ്ട് കണ്ടോ? ഇതൊരു ബ്രാക്കറ്റ്. അതിന്റെ അർത്ഥം അവർ മൾട്ടിപ്ലിക്കേഷൻ ആണെന്നാണ്. രണ്ടെണ്ണം മൾട്ടിപ്ലൈ ചെയ്താൽ പ്ലസ്, രണ്ട് പോസിറ്റീവ് മൾട്ടിപ്ലൈ ചെയ്താൽ പോസിറ്റീവ്. ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ നോക്കിയേ, രണ്ട് നെഗറ്റീവ് ആവുന്നത്. അപ്പൊ അതെന്തായിട്ട് മാറും? രണ്ട് നെഗറ്റീവ് വന്നാൽ എന്തായിട്ട് മാറണം മക്കളെ? ഇവിടുത്തെ സൈൻ അങ്ങ് മാറി പോസിറ്റീവായി. പിന്നെ നമുക്ക് ആ 21 എഴുതാം. ഇപ്പൊ ഇവർ എന്നാ ചെയ്യാനാ? 17ഉം 21 രണ്ടും പോസിറ്റീവാണ്. 17ഉം പോസിറ്റീവാണ്, 21ഉം പോസിറ്റീവ്. ഞാൻ എപ്പോഴും പറഞ്ഞു, അവരുടെ സംഖ്യയുടെ തൊട്ട് മുമ്പ് കിടക്കുന്നതാണ് അവരുടെ സൈൻ. ഇതിപ്പോ ഇനി എന്ത് ചെയ്താൽ മതി? നമുക്ക് ആഡ് ചെയ്താൽ മതി അല്ലേ? 3. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ന് പറഞ്ഞു, ഇവിടെ നമുക്ക് എഴുതാം. ആദ്യം എന്നാ കിടക്കുന്നുണ്ട്? -8. മൈനസ് വാല്യൂസ് എപ്പോഴും ബ്രാക്കറ്റിൽ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. ഇവിടെ -8. ഇത് മുമ്പത്തെ പോലെ രണ്ട് മൈനസ് അടുപ്പിച്ച് വന്നു. ഇങ്ങനെ അടുപ്പിച്ച് വന്നാൽ എന്താ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ? മൾട്ടിപ്ലിക്കേഷൻ. രണ്ട് നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ എന്തായിട്ട് മാറും? പോസിറ്റീവ് ആകും. ഇത്ര സൈൻ അങ്ങ് മാറി പോസിറ്റീവായിട്ട് എന്താക്കണം? 14 അങ്ങോട്ട് എഴുതണം. മനസ്സിലായത്? ടെൻഷനൊന്നും എടുക്കണ്ട. നമ്മൾ അടുത്ത ഇതിന്റെ ബാക്കി വരുന്നത് ഇതിന്റെ ഈ അഡീഷണൽ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും നമ്പേഴ്സിന്റെ. എന്നാലും ഞാൻ നിങ്ങളെ നന്നായിട്ട് പഠിപ്പിക്കാം. ഇപ്പോഴും മനസ്സിലാകുന്നില്ല? ഓക്കെ. 14. ഇനി ഇവിടെ നോക്കിയേ, ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവ്. ഇത് നെഗറ്റീവ്. -8 പോസിറ്റീവ്. ഒരു പ്ലസും മൈനസും വന്നാൽ എന്നാ ചെയ്യണം? മൾട്ടിപ്ലിക്കേഷന്റെ കേസിലല്ല, ഇത് മൾട്ടിപ്ലിക്കേഷന്റെ കേസിലാണ് ഞാൻ പറഞ്ഞത്. അടുത്തടുത്ത് വരുമ്പോഴാണ് അത് മൾട്ടിപ്ലിക്കേഷൻ. ഇത് രണ്ടും ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും വന്നാൽ എന്നാ ചെയ്യുമെന്നാ പറഞ്ഞത്? നെഗറ്റീവ് അടുപ്പിച്ചടുപ്പിച്ച് വന്നാൽ എന്നാ ചെയ്യണം? സബ്ട്രാക്ട് ചെയ്തിട്ട് ലാർജർ സൈൻ. സബ്ട്രാക്ട് ചെയ്തേ. 14ഉം 18ഉം സബ്ട്രാക്ട് ചെയ്തേ. അപ്പൊ എത്ര വരും? 8 പറയുമ്പോൾ 6. ആരാ വലുത്? 14ആണോ 8ആണോ വലുത്? 14 ആണ് വലുത്. അവരുടെ സൈൻ എന്നാ? പ്ലസ്. നമ്മൾ പ്ലസ് സൈൻ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ഇതുപോലെ തന്നെ നമുക്ക് എഴുതാവേ. -21 ഉണ്ട്. രണ്ട് സൈനുകൾ അടുപ്പിച്ച് വന്നിരിക്കുന്നു. ഇങ്ങനെ എന്ത് ചെയ്യും? നിങ്ങൾ മൾട്ടിപ്ലൈ. രണ്ട് മൈനസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ അത് പ്ലസ് ആകും. പിന്നെ 10 എഴുതി. ഇവിടെ വന്നു ഒരു പ്ലസ് ഒരു മൈനസ്. ഒരു പ്ലസും മൈനസും വന്നാൽ നിങ്ങൾ എന്നാ ചെയ്യും? സബ്ട്രാക്ട് ചെയ്യും അല്ലേ? 21ന് 10 പോകെ 11. എന്നിട്ട് ആരുടെ സൈൻ കൊടുക്കും? വലുത് 21 അല്ലേ? 21 അവരുടെ സൈൻ -11. അപ്പൊ ഇതൊക്കെ പറഞ്ഞ് എന്തിനാന്ന് ചോദിച്ചാല്
കണ്ടോ, 2 ഇൻറ്റിജേഴ്സ്, നല്ല ഇൻറ്റിജേഴ്സാ. 7 9 ഇൻറ്റിജർ ആണ്. 70 -21 ഇൻറ്റിജർ ആണ്. ഇതെല്ലാം ഇൻറ്റിജേഴ്സ് ആണ്. ഇൻറ്റിജേഴ്സിനെ എല്ലാം സബ്ട്രാക്ട് ചെയ്തപ്പോൾ, ഇവിടെ ഇടയ്ക്കിടയ്ക്ക് സൈൻ സബ്ട്രാക്ഷൻ അല്ലേ, സബ്ട്രാക്ട് ചെയ്തപ്പോൾ എന്താ വന്നത്, ഒരു ഇൻറ്റിജർ തന്നെ ആൻസർ കിട്ടി. നമുക്കപ്പോൾ എന്നാ എഴുതാം, സോ ഇറ്റ് ഈസ് ക്ലോസ്ഡ് അണ്ടർ സബ്ട്രാക്ഷൻ. ഇൻറ്റിജേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ സബ്ട്രാക്ഷൻ. മനസ്സിലായോ? ഇത് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇൻറ്റിജേഴ്സിനെ 2 ഇൻറ്റിജേഴ്സിനെ ആഡ് ചെയ്താൽ ഒരു ഇൻറ്റിജർ തന്നെ ആൻസർ കിട്ടും. 2 ഇൻറ്റിജേഴ്സിനെ സബ്ട്രാക്ട് ചെയ്താലും എന്ത് കിട്ടും മക്കളെ, ആൻസർ ഇൻറ്റിജർ തന്നെ ആൻസർ കിട്ടും. ഇതിന്റെ ഒരു 2 എക്സാമ്പിൾ കൂടെ ഞാൻ എഴുതട്ടെ കേട്ടോ. ഈ പ്ലസും മൈനസും കണ്ടിട്ട് നിങ്ങൾ ഇതാകണ്ട, മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ നോക്കണ്ട. ഇപ്പൊ പ്ലസും മൈനസും വന്ന ആഡ് ആണോ സബ്ട്രാക്ഷൻ ആണോ മനസ്സിലായില്ലേ? ഓക്കെ, 2 എണ്ണം കൂടെ നോക്കാം. 32 -17 -18 -29. ഇതൊക്കെ നിങ്ങൾക്ക് എക്സാമ്പിൾ ആണ് കേട്ടോ. 0 ഇന്നുകൂടെ ചെയ്തേ. ഇത് നോക്കി, 32 എഴുതി കേട്ടോ. 2 മൈനസ് അടുപ്പിച്ച് വന്നു. 2 മൈനസ് വന്നാൽ ഇൻറ്റു, അടുപ്പിച്ചടുപ്പിച്ച് വന്നാൽ ഇൻറ്റു. അപ്പൊ എന്താകും, 2 മൈനസ് തമ്മിൽ എന്ത് ചെയ്താൽ പ്ലസ് ആകും. +17 ആണ്. ഇപ്പൊ ഇത് രണ്ടും പ്ലസ് ആയില്ലേ, +32 +17. അപ്പൊ എത്ര വരും, 9 49. അത് ഇൻറ്റിജർ ആണ്. പോസിറ്റീവ് നമ്പേഴ്സ് ഇൻറ്റിജർ ആണ്. ഇവിടെ നോക്കിയേ, -18. 2 മൈനസ് അടുപ്പിച്ച് വന്നു. 2 മൈനസ് വന്നാൽ അതുണ്ടാവും, മൈനസ് മൈനസ് ഇൻറ്റു ചെയ്താൽ +18. ഇത് -18 ആണ്. ഒരു പ്ലസും ഒരു മൈനസും. പ്ലസും മൈനസും വന്നാൽ എന്നായി മക്കളെ, സബ്ട്രാക്ട് ചെയ്യണം. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 18 പോകാൻ എത്രയാണ്, 0. ഇനി ഇവിടെ നോക്കിയേ, -29 -0. നമ്മൾ പറഞ്ഞിട്ടുണ്ട് 0 ആഡ് ചെയ്താലും സബ്ട്രാക്ട് ചെയ്താലും ആ സംഖ്യ തന്നെ കിട്ടും. -29 0 സബ്ട്രാക്ട് ചെയ്താൽ -29. കണ്ടോ, ഇവിടെ ആഡ് ചെയ്താൽ സബ്ട്രാക്ട് ചെയ്തപ്പോഴും കിട്ടിയ ആൻസേഴ്സ് എല്ലാം ഇൻറ്റിജേഴ്സ് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, if A and B are integers, ഇതാണ് ജനറൽ. A minus B എന്ന് പറഞ്ഞാൽ ആൻസർ എന്നായിരിക്കും, ഇൻറ്റിജർ. സോ ഇറ്റ് ഈസ് ക്ലോസ്ഡ്. ക്ലോസ്ഡ് എന്ന് പറയുമ്പോൾ മനസ്സിലായില്ലേ, ക്ലോസ് ആകുന്ന പറയാനാ, കംപ്ലീറ്റ് ആകുക. 2 ഇൻറ്റിജേഴ്സ് ആഡ് ചെയ്താലും 2 ഇൻറ്റിജേഴ്സ് സബ്ട്രാക്ട് ചെയ്താലും കിട്ടുന്ന ആൻസർ ഇൻറ്റിജർ. സോ ഇറ്റ് ഈസ് ക്ലോസ്ഡ്. ഇനി മാർക്കുവോ, ക്ലോസർ പ്രോപ്പർട്ടി വലിയ പാട് വല്ലതും ഉണ്ടോ? ക്ലോസർ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ മക്കളെ. അപ്പം ഈ ആഡ് ചെയ്യുന്നത് സബ്ട്രാക്ട് ചെയ്യുന്നത് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. നിങ്ങൾ പഠിക്കും പോകെ പോകെ. നമ്മൾ ഇത് പറഞ്ഞ് പ്ലസ് മൈനസ് ആദ്യം നിങ്ങൾക്ക് ഒരു ടെൻഷൻ തോന്നും. ടെൻഷൻ എടുക്കണ്ട, ഞാൻ ഏറ്റവും ചെയ്തു തരാം, ശരിയാക്കി തരാം. ഓക്കെ മക്കളെ, ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.